ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെയാണ് ഇറക്കം, അതായത് 2 കുന്നിൽ നിന്നും ഇങ്ങനെ ഇറക്കം. അമല ഹോസ്പിറ്റൽ അതിൻ്റെ സെൻറ്ററിലാണ് ഇരിക്കുന്നത്. എൻ്റെ കൂട്ടുകാരെ, ഈ ചങ്ങാതി സംഭവം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കൊടുത്തു വിട്ടവൻ അവൻ ഈ പറഞ്ഞ പോലെ അവൻ പേപ്പർ എടുത്തിടാൻ വേണ്ടിയിട്ട് പേപ്പറിൻ്റെ മുകളിൽ കയറിയിരുന്നു. അതായത് ഈ പേപ്പറിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ നമ്മൾ വൈക്കോലും വണ്ടിയിൽ പോണ പോലെ വേണം ഇരിക്കാൻ. കാരണം നമ്മൾ ഓടിക്കുന്നവൻ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഈ പേപ്പർ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. നമ്മളപ്പോൾ ഈ നമ്മൾ തമാശിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ബൈക്കിൽ മറ്റേ ബുള്ളറ്റിൽ ജമ്മനും തുമ്മനും പോണ പോലെ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ ആയിരിക്കും ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓടിക്കുമ്പോൾ നമ്മൾ അതിൻ്റേതായ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാക്കിയിട്ട് നമ്മൾ വണ്ടി ഓടിക്കുള്ളൂ. ഇവൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു. അവൻ ഈ പറഞ്ഞ പോലെ സ്കൂൾ വണ്ടിയൊക്കെ ഓടിക്കുന്ന, സ്കൂൾ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒമ്മിനിയൊക്കെ. അപ്പോൾ ചെറിയ ഒമിനിയൊക്കെ ഓടിക്കുന്നതെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇങ്ങനെ വീശിയൊടിച്ചൊക്കെ പോകുന്ന ആൾക്കാരാണ്. അവൻ്റെ കയ്യിൽ വണ്ടി കൊടുത്തു. അവൻ ഒരു തമിഴന്മാരുടെ വണ്ടി രാത്രി എങ്ങനെയാവും പോകുന്നത്, നാഷണൽ പെർമിറ്റ്. ആ വണ്ടീന് ഈ പേപ്പറും വെച്ച് ഓവർടേക്ക് ചെയ്തപ്പോൾ എതിരേന്നൊരു ഇതേപോലെ ഒരു നാഷണൽ പെർമിറ്റ് വന്നു. ഇവൻ വെട്ടിച്ച് കയറ്റിയപ്പോൾ ആ വണ്ടിയുടെ എതിരെ വന്ന വണ്ടിയുടെ ഫ്രണ്ട് നമ്മുടെ വണ്ടിയുടെ ബാക്കിലൊന്ന് ബാക്കിൽ തട്ടി ഒഴിക്കും മോളിത്തവൻ തെറിച്ച് റോട്ടിൽ പോയപ്പോൾ ഇവൻ തെറിച്ച് പോയവൻ പറയുന്നതാണ്, ഞാൻ ചെന്നിപ്പോൾ എൻ്റെ ബേസിൽ ഞാൻ റോട്ടിൽ കിടന്ന് ഉരുണ്ടു പോകുമ്പോൾ നമ്മുടെ വണ്ടിയും പിന്നാലെ ഉരുണ്ടു വരണ്ടായിരുന്നു. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇവൻ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു. ദൈവക്കുരുത്തം കൊണ്ട് വണ്ടി അവിടെ ഓട്ടോപേട്ടയാണ്, രാത്രി ആയതുകൊണ്ട് ഓട്ടോറിക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തോ കുരുത്തം, വണ്ടി അവിടെ അമല എത്തുന്നതിന് തൊട്ട് മുന്നേ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൽ മറ്റേ എന്തോ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ എന്തോ ആണ്, അതിൻ്റെ മതിലിൽ പോയിട്ട് വണ്ടി ഇങ്ങനെ ചേർന്ന് നിവർന്ന് കിടക്കുന്നുണ്ട്. ഈ മറിച്ചിലൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോൾ ഇവൻ രാത്രി എന്നെ ഈ കൂട്ടുകാരൻ വിളിക്കുകയാണ്. അപ്പോൾ ഈ കൂട്ടുകാരൻ ഞാൻ ഫോണിൽ പരിചയമുണ്ട്, അല്ലാതെ നമ്മൾ ഇവൻ്റെ കൂട്ടുകാരനെ വണ്ടി ഓടിച്ചവനെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇവൻ വിളിച്ചിട്ട് ബേസിലെ ചെറുതായിട്ടൊന്ന് വണ്ടി തട്ടിയിടാം. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ വിറച്ച് പുലർച്ചെ 2 മണിക്ക് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം മമ്മി അപ്പുറത്ത് കിടക്കുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് വണ്ടി തട്ടിയിടാം. അപ്പോൾ നിൻ്റെ കൂട്ടുകാരൻ, ഞാൻ വണ്ടി കൊടുത്ത് വിട്ടവൻ്റെ അവന് ചെറുതായിട്ട് കാലിലൊരു ചെറിയൊരു പൊട്ടലൊന്നുണ്ട്, അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലാണ്, നീ വേഗം വായോട്ടോ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ എനിക്ക് കയ്യും കാലും വേറെ തുടങ്ങി കാര്യങ്ങൾ. കയ്യും കാലും വേറെയുടെ മാത്രമല്ല, എൻ്റെ കയ്യിലൊന്ന് പേഴ്സ് തുറന്ന് നോക്കിയപ്പോൾ ആകെയുള്ളത് 800 രൂപ എങ്ങാണ്ടാണ് ആകെ എൻ്റെ കയ്യിലുള്ളത്. കാരണം നമ്മൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നും എനിക്ക് വരുമാനം കിട്ടുന്നതാണ് ചിന്ത. നമ്മൾക്ക് ഒരു ദിവസം ഈ വണ്ടി ഓടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ അതുവരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്നിട്ട് അപ്പം തന്നെ രാത്രി തന്നെ ഞാൻ എൻ്റെ ഹൗസ് ഓണർ ജെയ്സൺ ഞാൻ വിളിച്ചിട്ട്, ജെയ്സൺ ചേട്ടാ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ താഴെന്ന് പറഞ്ഞിട്ട് ആ പുള്ളി അന്ന് എത്ര 10,000 രൂപയും കണ്ട് അന്ന് ഒരു മിനിറ്റ് ഗൈസ്, ആ പുള്ളി അന്ന് 10,000 രൂപയും കണ്ട് ആ പുള്ളിയുടെ അവിടെ നിന്ന് കണ്ട് എടുത്ത് വെച്ച് ആ പുള്ളി എടുത്ത് എനിക്ക് തന്നിട്ട്, എടാ നീ വേഗം പോയിട്ട് നോക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരെ, ഈ ചെറുക്കൻ്റെ കാലിൻ്റെ കണ്ണ വെച്ചിട്ട് കട്ടായി, കാല് 2ആയിട്ട് ഇതായിരുന്നിട്ട് ഇവരെന്തോ തുന്നിക്കൂട്ടിയൊക്കെ വെച്ചിട്ട് എല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് കാലിൻ്റെ കണ്ണ കട്ടായിട്ട് ഇവർ ജോയിൻ്റ് ചെയ്തു. മറ്റേ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ നേരെ ഫ്രണ്ടിലായതുകൊണ്ട് ഇവർ ജോയിൻ്റ് ചെയ്തു എനിക്ക് പറഞ്ഞിട്ടൊന്നും മനസ്സിലാവുന്നുണ്ട്. എനിക്ക് എന്നിട്ട് ഞാൻ വണ്ടി കിടക്കണുണ്ടപ്പോൾ വണ്ടിയുടെ തലയുണ്ടല്ലോ, നമ്മുടെ മാങ്ങണ്ടിയൊക്കെ ചപ്പിയതുപോലെ വണ്ടിയുടെ ക്യാബിനൊക്കെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഇതായിട്ട് കോമാങ്ങിയായിട്ട് കിടക്കുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരെ, ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വണ്ടി ഓടിച്ചവൻ അവിടെ ഒരു കൂസലും ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ കാര്യം അറിയണേ. എന്നിട്ട് അന്ന് രാത്രി ഞാൻ ഈ ഹോസ്പിറ്റലിൽ തന്നെയാണല്ലോ. അപ്പോൾ ഇവൻ്റെ വീട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇവനെ ഭയങ്കര, ഇവൻ കുരുത്തക്കെട്ടവനാണ്, ഇവൻ അങ്ങനെയാണ്, ഇവൻ പറയണ കേൾക്കില്ല, ഇവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രാക്കും നിലവിളിയൊക്കെ ഇവൻ്റെ ഈ കാല് പൊട്ടിയവൻ്റെ അമ്മയും അച്ഛനും. അയ്യോ, എന്നിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെ, ഞാൻ ഈ വണ്ടി പോലും അവിടെ നിന്ന് ഇറക്കാണ്ട് ഞാനീ പറഞ്ഞ പോലെ ഇവൻ്റെ ഹോസ്പിറ്റലിൽ നിന്നിട്ട് ഇവന് അനങ്ങാൻ പറ്റില്ല, ഇവനെ മൂത്രമൊഴിക്കാൻ കൊണ്ടുപോകലും ഇവൻ്റെ അപ്പി പോകലും കാര്യങ്ങളും അത്രയ്ക്ക് ഞാൻ ഒരു കൂട്ടുകാരൻ എന്നുള്ള നിലയ്ക്കും നമുക്കൊരു ആത്മാർത്ഥം കൊണ്ട് നമ്മൾ അവിടെ കട്ടയ്ക്ക് അവൻ്റെ കൂടെ വന്നു. മറ്റവൻ വണ്ടി ഓടിച്ചവൻ വിട്ടുപോയി, അവന് നാളെയാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പറഞ്ഞു അങ്ങനെ ഞാൻ അന്ന് പുലർച്ചെ ചായ പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി, നമ്മുടെ ആറ്റുനോറ്റെടുത്തൊരു വണ്ടിയാണല്ലോ, അപ്പോൾ ആ വണ്ടി കിടക്കണതിൻ്റെ അവിടെ ഒന്ന് പോയി നോക്കി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇവനോട് ചോദിച്ചിട്ട് പോയിടാ എന്താണ് ഉണ്ടായി. അപ്പോൾ ഇവനോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ഇവൻ പറഞ്ഞ വണ്ടി ഇങ്ങനെ പിന്നാലെ കറങ്ങി വരണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ചെന്ന് അവിടെ നോക്കിയപ്പോൾ എൻ്റെ കൂട്ടുകാരെ റോട്ടിൽ മറിഞ്ഞു വന്നതിൻ്റെ 3 വെട്ട് കിടക്കാണ് റോട്ടിൽ, നമ്മുടെ വണ്ടി മറിഞ്ഞതിൻ്റെ. അത് 3 മറിച്ചിൽ വണ്ടി മറിഞ്ഞു പോകുന്നു. അപ്പോൾ എൻ്റെ ദൈവം, അതിൻ്റെ അവൻ പറയാണ്, അതായത് വണ്ടി മറിഞ്ഞ് ഫസ്റ്റത്തെ മറച്ചിൽ തന്നെ ഇതിൻ്റെ കാലിൻ്റെ കണ്ണയിൽ വന്ന് ഇതിൻ്റെ ഫസ്റ്റത്തെ മറച്ചിൽ അതിൻ്റെ റിമ്മ് പൊട്ടിയിട്ട് ഇതിൻ്റെ രണ്ടാമത്തെ മറച്ചിൽ ഇതിൻ്റെ കാലിൻ്റെ കണ്ണയിൽ വന്ന് അടിച്ചെന്ന്.
പിന്നെ ഇവന് കാല് മരവിച്ചായിരുന്നു, ഇവനൊന്നും അറിഞ്ഞില്ല, ഇവനൊരു സൈഡിട്ട് പോയി. അല്ലെങ്കിൽ അതിൻ്റെ മേത്തേടെ മറിഞ്ഞു പോകണ്ടായിരുന്നു. എന്തോ കുരുത്തം, അവൻ്റെയും കുരുത്തം എൻ്റെയും കുരുത്തം, എന്നെ പറയാനാ. എന്നിട്ട് ഞാൻ ഈ ഓടിച്ചവന് ബാഡ്ജില്ല. ഞാനപ്പോൾ വേറെ ഡ്രൈവറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ പോവാണ്. ഇത് പോകുന്നത് 10-15 ദിവസം കഴിഞ്ഞിട്ട് ഇവനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കിയിട്ട് ഇവന് 8 ദിവസം കണ്ട് ഹോസ്പിറ്റലിൽ കിടന്നു. ഹോസ്പിറ്റലിൽ കിടന്നിട്ട് രസം അതല്ല, ഇവൻ്റെ കാല് ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഇത് സെറ്റാവുന്നില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ ചെറിയ എന്തൊരു പീസ് തിരികെ അങ്ങനെ എന്താണ്ട് ചെയ്തിട്ട് രണ്ടാമത് ഇതിന് സർജറി പോലെ ചെയ്യേണ്ടിയൊക്കെ വന്നു. എന്തായാലും എൻ്റെ ഒരു 10-40,000-50,000 രൂപ എൻ്റെ കല്ലായി. കാരണം അവൻ്റെ വീട്ടിൽ വീട്ടുകാരൊന്നും ഇല്ലയെന്ന് വേണ്ടി കൈ മലർത്തി. ഞാൻ അവിടെ നിന്നൊക്കെ കടം മേടിച്ച്, അതേപോലെ ഈ വണ്ടി വന്നിട്ട് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടി ഈ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഒരു കണക്കിന് പറയാൻ പാടില്ല, ഒരു കണക്കിന് അവർ കേസൊന്നും ആക്കാതെ ഒതുക്കി തീർത്ത് ഞാൻ വണ്ടി എടുത്ത് പോന്നു. വണ്ടി എടുത്തിട്ട് പോരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുത്തിട്ട് നേരെ വർക്ക്ഷോപ്പിലേക്കാണ്. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ അപ്പോൾ ഇൻഷുറൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ്ജ് വേണം, ബാഡ്ജുള്ള ഒരാളെ നമ്മൾ കൊണ്ടുപോകണം. ബാഡ്ജുള്ള ഒരാളെ കൊണ്ടുപോയപ്പോൾ പോലീസുകാർ തെറി പറഞ്ഞില്ല എന്നുള്ളത് ഓടിപ്പിച്ചു. കാരണം അത് പിന്നെ പറയേണ്ട, ഞാൻ പറയുന്നില്ല. കാരണം എന്തോ കുരുത്തത്തിനാണ് അന്ന് പിടിച്ചകത്തിടാതെ ഒക്കെ ഇരുന്നത്. അങ്ങനെ പിന്നെ എനിക്ക് ആ ചിന്തയെ പോയി, അതായത് ഇൻഷുറൻസിൻ്റെ കേസ് ചിന്തയെ പോയി. എങ്ങനെയും വണ്ടി പണിതിറക്കണം. വണ്ടി പണിതിറക്കിയാലാണ് എനിക്ക് 2,000 രൂപയുടെ വരുമാനമുള്ളൂ. എനിക്ക് ഷെവർലെറ്റിൻ്റെ സ്പാർക്ക് കാറുണ്ട്, ഒരു ഹീറോയുടെ ഗ്ലാമർ ബൈക്കുണ്ട്, അതുകൂടാതെ ഈ പിക്കപ്പ് ഉണ്ട്. ഇതിനെല്ലാം കൂടി അടവ് എനിക്കൊരു മാസം നല്ലൊരു തുക 10-40,000 രൂപ എനിക്ക് അടവുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓടിക്കൊണ്ടിരുന്ന ഈ വണ്ടിയിൽ നിന്നാണ്. ബാക്കിയുള്ള പൈസ 35,000 രൂപ കണ്ട് അടവുണ്ട്. ബാക്കിയുള്ള പൈസയാണ് ഞാൻ ഈ കുറികളായിട്ട് ഈ പറഞ്ഞ പോലെ അടച്ചുകൊണ്ടിരുന്നത്. ഒരു മാസം 15,000 രൂപ അത് ഇതൊക്കെ ആയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത ലോക്കലിൽ. എന്നിട്ട് ഈ വണ്ടി നേരെ കൊണ്ടുവന്ന് ഒരു വടക്കഞ്ചേരിയിലൊരു വർക്ക്ഷോപ്പിൽ, അവിടെ നല്ല വർക്ക്ഷോപ്പാണ്, പണിയൊക്കെ സൂപ്പർ പണിയാണ്. അവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് പൈസ കൊടുക്കണ്ടേ. ഈ വണ്ടിക്ക് ഏകദേശം പണി തിറക്കണമെങ്കിൽ അന്ന് 1.25 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അന്ന് ഇത് ക്യാബിൻ മൊത്തം അവർ സെറ്റ് ചെയ്തൊക്കെ പാച്ച് വർക്കിൻ്റെ വർക്ക്ഷോപ്പ്. എന്നിട്ട് ഞാനപ്പോൾ ആദ്യം കൊണ്ടുവന്ന് 20,000 രൂപ എവിടെ നോക്കിയോ കടം മേടിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോഴേക്കും നാട്ടിൽ പാട്ടായി, ആ ബേസിൽ പൊളിഞ്ഞു. അപ്പം നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളങ്ങനെ എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരാൾ അതുവരെ എനിക്ക് ഈ പറഞ്ഞ പോലെ, ഞാൻ അന്നേരം വരെ ഞാൻ നാട്ടിൽ നിന്ന് 2 ലക്ഷം രൂപ എടുത്ത് എനിക്ക് കടമായിരുന്നു. ഈ 19 വയസ്സുകാരന് ഈ വാടക വീട്ടിൽ കിടക്കുന്ന എനിക്ക് 2 ലക്ഷം രൂപ വരെ എനിക്ക് കടം തന്നിട്ടുണ്ടായിരുന്നു അവിടെ. കാരണം ആ നിലയ്ക്കായിരുന്നു എൻ്റെ ഇമേജ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ക്ലിനിക്കായിട്ടും കാറായിട്ടും അതായിട്ടും ഇതായിട്ടൊക്കെ. അപ്പോൾ പിന്നെ എനിക്ക് ഒരാൾ പൈസ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് തരാണ്ടായി. ഇവർക്ക് കൊടുക്കേണ്ട പലിശ ഒരു വഴിക്കടെ. കാരണം മുന്നിൽ നിന്ന് പറഞ്ഞാൽ റോളിംഗ് ആണ്. ഒരു സ്ഥലത്ത് ഒരാളുടെ നിന്ന് പൈസ മേടിക്കും. ഇപ്പോൾ 10,000 രൂപ ഒരുത്തിന് 10-ാം തീയതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ചിന്തിക്കുന്നത് വേറൊന്നുമല്ല, ഈ 10-ാം തീയതി ഇവന് പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എവിടെ നിന്നെങ്കിലും പൈസ വേണം. ഞാനപ്പോൾ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 18-ാം തീയതി അല്ല 8-ാം തീയതി ഒക്കെ ആയിട്ട് ഞാൻ അടുത്തവനെ കാണും, ചേട്ടാ എനിക്ക് പൈസ വേണം, അപ്പോൾ 10-ാം തീയതി കൊടുക്കണം. പിന്നെ ഞാൻ ചിന്തിക്കുന്നത് പറഞ്ഞാൽ ഒരു 2 ദിവസമെങ്കിൽ 2 ദിവസം മുന്നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതായില്ലേ. ഇങ്ങനെ റോൾ ചെയ്ത് എൻ്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റി. എൻ്റെ കാറ് പോയി, എൻ്റെ എല്ലാം. അതായത് ബൈക്ക് വിൽക്കേണ്ട വന്നു. ബൈക്ക് ചേരുംകുഴിയിൽ നിന്ന് ഒരുത്തൻ്റെ നിന്ന് പൈസ പലിശയ്ക്ക് എടുത്തിട്ട് അവന് ബൈക്ക് കൊടുക്കേണ്ട വന്നു, 20,000 രൂപയ്ക്ക് ഹീറോയുടെ ഗ്ലാമർ ബൈക്ക്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അശു പോലെയല്ലേ, ഇങ്ങനെ ചെറുതല്ലേ, എല്ലാവരും കൂടി നമ്മളെ പേടിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി എനിക്ക് മനസ്സിലായി, ഇനി നാട്ടിൽ നിന്നാൽ ശരിയാവില്ല, നാട്ടിൽ നിന്നൊന്ന് മാറണം. അങ്ങനെ എൻ്റെ കൂട്ടുകാരെ നാട് വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് നാൾ ഈ പറഞ്ഞ പോലെ 1 മാസത്തോളം പീച്ചി സൈഡിൽ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഒളിച്ച് താമസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനവിടെ നിന്ന് സംഘത്തിൽ നിന്നൊക്കെ പൈസ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സംഘത്തിൽ 10-20 മെമ്പേഴ്സ് ഉണ്ട്. അപ്പം എന്നെ എവിടെ വെച്ച് കണ്ടാലും നാട്ടിൽ നിന്ന് ഞാൻ മുങ്ങിയെന്ന് മനസ്സിലായപ്പോൾ തന്നെ നാട്ടിൽ മൊത്തം പാട്ടായി. ബേസിൽ സ്ഥലം വിട്ടു, ബേസിൽ മുങ്ങിയെന്ന്. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എങ്ങോട്ട് പോകാൻ, എനിക്ക് അങ്ങനെ വലിയ പരിചയക്കാരും ഫ്രണ്ട്സൊന്നുമില്ല. നാട്ടിൽ കുറച്ച് പേര് ഫ്രണ്ട്സ് ഉണ്ട് എന്നല്ലാതെ, നാട്ടിൽ കാരണം അത് പറയാതിരിക്കാൻ വയ്യ കൂട്ടുകാരെ, എനിക്കിതൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഇഷ്ടം പോലെ കൂട്ടുകാരായിരുന്നു നാട്ടിൽ. എൻ്റെ കടം വന്നപ്പോൾ ഒരു പട്ടി എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എനിക്ക് എണ്ണി എൻ്റെ കൂട്ടുകാരന്മാരുടെ ഡീറ്റെയിലുകൾ എനിക്കറിയാം. അതുകൊണ്ട് എനിക്കത് ജീവിതത്തിൽ ഇതൊക്കെ പാഠമാട്ടോ. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇതൊക്കെ ജീവിതത്തിലൊരു പാഠങ്ങളാണ്. നമ്മൾ കടന്നു പോകുന്ന ഇന്നത്തെ ഒരു ദിവസം നമ്മൾ വിചാരിക്കും സിമ്പിൾ പോലെയായിട്ട് കടന്നു പോയിരുന്നു. പക്ഷേ നമുക്ക് ജീവിതത്തിൽ ഓരോ ദിവസം നമ്മൾ തരണം ചെയ്ത് പോകുന്നത് നമ്മുടെ ജീവിതത്തിലൊരു പാഠങ്ങളാണ്. ഞാനങ്ങനെ എൻ്റെ കൂട്ടുകാരൻ പീച്ചി സൈഡിലുണ്ട്. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയിട്ട് ഈ പറഞ്ഞ പോലെ ഒളിച്ച് താമസിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലേക്ക് വരാൻ പറ്റില്ല. അവൻ്റെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ ഒരിതായിട്ട് ഒരു 10 ദിവസം 12 ദിവസം കണ്ട് അവൻ്റെ വീട്ടിൽ നിന്നു.
അത് നിന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ പറഞ്ഞിട്ട്, എടാ നീ ഇവിടെ എത്ര നാളിങ്ങനെ ഒളിച്ച് നിൽക്കുക, നിനക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മാംഗ്ലൂർ മംഗലാപുരത്ത്, നീ എന്നൊരു കാര്യം ചെയ്യും, മംഗലാപുരം പോക്കോ, മംഗലാപുരം പോയിട്ട് അവിടെ നീ ഡ്രൈവറല്ലേ, അപ്പോൾ അവിടെ ലൈസൻസിൻ്റെ ഒന്നും വിഷയമല്ലടാ, നിനക്ക് അവിടെ പോയിട്ട് ഈ 8ാം ക്ലാസ് പാസ്സാവേണ്ട കാര്യമൊന്നുമില്ല, നിനക്ക് ഹെവി ലൈസൻസും എടുക്കാം, നിനക്ക് എന്നിട്ട് ഈ പറഞ്ഞ പോലെ അപ്പോഴേക്കും ഇവിടുത്തെ വല്ലാണ്ടുള്ള കാര്യങ്ങളാവും, നിനക്ക് അത്യാവശ്യം കുറച്ച് അവിടെ സെറ്റാവും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, അപ്പോൾ പോകുന്നതിന് മുന്നേ അപ്പോൾ ഞാൻ ഈ 10 ദിവസമായിട്ട് ഞാൻ എവിടെയാണ് എന്നൊരു ഐഡിയ ഇല്ല, മമ്മിക്കാണെന്നുണ്ടെങ്കിലും ജെയ്സൺ ചേട്ടനാണെന്നുണ്ടെങ്കിലും. അപ്പം നാട്ടിൽ എന്നാന്ന് പറഞ്ഞാൽ ഞാൻ ഈ നാട് വിടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലിനിക്കൊക്കെ നടത്തി എൻ്റെ ക്ലിനിക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ നമ്മുടെ പ്രായം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കൗമാരപ്രായം. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഈ പറഞ്ഞ പോലെ പെൺപിള്ളേരൊക്കെ ബസ് കയറാനൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അവരുടെ മുന്നിലൊക്കെ ഭയങ്കര ഇത്, ആ ചേട്ടായി നോക്കി എന്നുള്ള ഒരു നമുക്ക് ഭയങ്കര ഒരു പേരുള്ളൊരു സമയത്ത് അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് പൈസ കടം മേടിച്ചുള്ളവർ വന്നിട്ട് എൻ്റെ പൊത്തിന് വിളിച്ചിട്ട് ഞങ്ങളുടെ പൈസ മേടിച്ച് തിന്നിട്ട് നീ ഇപ്പോൾ പൈസ വയ്ക്കുമ്പോൾ നീ ഒന്നും ഇല്ലാലേടാന്നൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥ നാട്ടിലായപ്പോഴാണ് എനിക്ക് ഇനി നാട്ടിൽ നിന്നാൽ പറ്റില്ല, മാറണം എന്നുള്ള ചിന്ത വന്നത്. അങ്ങനെ അപ്പം ഞാൻ എന്നിട്ട് ഈ പറഞ്ഞ പോലെ മാംഗ്ലൂർ പോകാൻ തീരുമാനിച്ചിട്ട് ഞാൻ എന്നിട്ട് വീട്ടിൽ നിന്ന് ഈ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ ഒന്ന് മമ്മീനെ കണ്ടിട്ട് വേണമെന്ന് പോകാൻ. കാരണം മമ്മി ഏതവസ്ഥയിലാണ് ഇരിക്കണതെന്ന് അറിയേണ്ടതെന്ന് വിചാരിച്ചിട്ട്. കാരണം നമ്മളിതൊക്കെ ഈ എന്നാ പറയുക, നമ്മളൊരു കള്ളു കുടിക്കാനോ നമ്മളൊരു കാര്യത്തിന് പോയിട്ടില്ല. നമ്മുടെ ഒറ്റ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതം കൊണ്ട് മുന്നോട്ട് എത്തിക്കണം, മമ്മിയുടെ മുഖത്തത്തെ സന്തോഷം നിലനിർത്തണം, അനിയന് നല്ല പഠിപ്പ് കൊടുക്കണം, പപ്പയുടെ മുന്നിൽ പോയിട്ട് നെഞ്ചു വിരിച്ച് നിൽക്കണം. ഇതാണ് എൻ്റെ ഒറ്റ ഉദ്ദേശം. കാരണം ഇത് എൻ്റെ ഫോക്കസ് ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഫോക്കസും എനിക്കില്ല. എൻ്റെ ലൈഫിനെ കുറിച്ചോ എനിക്കൊന്നുമില്ല. എന്നിട്ട് ഞാൻ പോകുന്നതിന് മുന്നേ മമ്മിയെ കാണാൻ വേണ്ടി പോകുന്ന രംഗം എന്ന് തന്നെ പറഞ്ഞ കൂട്ടുകാരെ, ഞാൻ ഈ വൈകുന്നേരം പോകുന്നത് 10 മണിക്ക് ശേഷം വല്ല ബൈക്കുകൾ വന്നു കഴിഞ്ഞാൽ ഞാൻ റോഡിൻ്റെ സൈഡിലേക്ക് മാറിയിരിക്കും. കാരണം പറഞ്ഞാൽ ഈ സംഘത്തിലെ വല്ല ആൾക്കാരായിരിക്കും, അവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ പിടിച്ചിട്ട് പോകും, ചിലപ്പോൾ ഇടിക്കും, കാര്യങ്ങൾ എന്നാ പറയുക, എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് മനസ്സിലാകുമ്പോൾ ചിലപ്പോൾ എന്നെ ഇടിക്കും, എന്നെ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യും. ഒരു പേടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരവസ്ഥ, ഒരാളും സഹായത്തിന് ഇല്ലാത്തൊരവസ്ഥ. എൻ്റെ ഞാൻ പറഞ്ഞ എൻ്റെ കൂട്ടുകാരന്മാരെ ഞാൻ ഒന്ന് എന്നെ ഇവിടെ നിന്ന് എടുക്കും, എന്നെ ഒന്ന് അവിടെ കൊണ്ടൊന്ന് വിടും, അല്ലെങ്കിൽ എന്നിട്ട് എന്നെ ഒന്ന് തൃശ്ശൂർ കൊണ്ടൊന്ന് വിടുമെന്ന് ചോദിക്കുമ്പോൾ ഇവരെന്നോട് പറഞ്ഞത്, ബേസിലെ ഞാൻ കിടന്നൂടാ, ഞാൻ ഉറങ്ങിയിടാ എന്നൊക്കെയാണ് പറയണത്. കാരണം ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ പുറത്തൊക്കെ ഗോൾഡിൻ്റെ വർക്കൊക്കെ ചെയ്ത് പുറത്തൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനൊക്കെ ഇവരെ പോയിട്ട് രാത്രി 12:30, അതും ഡിസംബർ സമയത്ത് തണുപ്പത്തൊക്കെ ഞാൻ പോയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉപകാരം ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇത് പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ ആർക്കും വേണ്ട, കാരണം ഞാനിപ്പോൾ ചണ്ടിയാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലേക്ക് നടക്കുകയാണ്. പീച്ചിയിൽ നിന്ന് ബസ് പോലും ഇല്ല, പീച്ചിയിൽ നിന്ന് നടന്ന് വെലങ്ങന്നൂർ അവിടെ നിന്ന് നടന്ന് വന്ന് കണ്ണാറയിൽ നിന്ന് ഇങ്ങോട്ടാണ് എനിക്ക് പേടിക്കേണ്ടത്. അവിടം വരെ എനിക്ക് കുഴപ്പമില്ല. കണ്ണാറയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ബൈക്ക് വരുമ്പോൾ ഞാനപ്പോൾ ഉള്ളിൽ കയറും, ഏതെങ്കിലും പൊന്തയുടെ ഉള്ളിൽ കയറും. ഇങ്ങനെ പമ്മി ഞാൻ വീടിൻ്റെ അവിടെ എത്തി. വീടിൻ്റെ അവിടുത്തെ ഹോണിംഗ് ബെല്ലടിച്ചപ്പോൾ മമ്മി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ വരികയാണ്. എൻ്റെ കൂട്ടുകാരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ വന്നിട്ട് മമ്മി ഡോറ് തുറന്നു വയ്ക്ക് എന്നെ കാണുകയാണ്. എന്നെ കാണുമ്പോൾ മമ്മി ഇങ്ങനെ ഒറ്റ മിനിറ്റ് ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിന്നു. എന്നിട്ട് മമ്മി എന്നോട് പറയാണ്, അപ്പൻ കാരണം സമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല മോനെ, നീ കാരണം എനിക്കിപ്പോൾ വീട്ടിൽ പോലും കിടക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ എന്ന് ഒറ്റ പറച്ചിലാണ്. എൻ്റെ മനസ്സ് ബ്ലാങ്കായി, ഞാൻ ചത്തു. കാരണം എൻ്റെ മനസ്സ് മൊത്തം പോയി. ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്? എൻ്റെ ആകെയുള്ളൊരു പ്രതീക്ഷ എൻ്റെ അമ്മയായിരുന്നു. എൻ്റെ മൊത്തം കൺട്രോൾ എൻ്റെ പോയി. ഞാൻ ഒരു വാക്ക് പറഞ്ഞില്ല, ഞാൻ അങ്ങനെ തന്നെ തിരിച്ച് ഇറങ്ങി നടന്നു. തിരിച്ചെൻ്റെ ഈ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് വന്ന് കയറി.